खत्म, बाय बाय, टाटा, गुड बाय, गया. രണ്ടുപേർക്കും നമസ്കാരം. സർ, ഈ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതായത് ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ബോംബ് കൊണ്ടുവന്ന് അത് പൊട്ടി നാറ്റക്കേസായി ഇപ്പോ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. ഇനി പറയുന്ന ആളുകൾ പറയുന്ന അടുത്ത റിസർവ് ബാങ്കിനെയും തകർക്കുമെന്നാണ്. കാരണം ഓരോന്ന് തകർത്തെടുക്കലാണ് ഇദ്ദേഹത്തിന്റെ ജോലി. അപ്പോ ഇപ്പോ കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പോവുകയാണ്. ഒരു സ്ത്രീ 2 തവണ വോട്ട് ചെയ്തു എന്നതിന്റെ തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുമെന്നാണ്. ഒന്നുകിൽ ജയിലിൽ പോകും, ഒന്നുകിൽ ജയിലിലേക്ക്, രണ്ടാമത് MP സ്ഥാനം പോവും. എന്താണ് ആക്ച്വലി രാഹുലിന്റെ പ്രശ്നം? രാഹുലിന്റെ ഒരു ഈ ബാലനാണല്ലോ അദ്ദേഹം, അതാണല്ലോ 60 വയസ്സിലെ ബാലനാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് ഈ അത്തരം പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാണ്. അപ്പോൾ ഈ താരമാണെന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാലത്തോട്ട് അദ്ദേഹം ഒരു താരമാണ്. കാരണം അത് പലപ്പോഴും ഈ അബദ്ധങ്ങളൊക്കെ കാണിക്കുന്നതാണ് താരമാകുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അപക്വമായ പ്രസ്താവനകൾ. പിന്നെ കൊച്ചുകുട്ടിയാണ്, ഒരു ശിശുസഹജമായ ഒരു നിഷ്കളങ്കതയാണെന്ന് വിചാരിച്ച് നമ്മുടെ ജനം അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അല്ല, അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെതായ പറയപ്പെടുന്നു അല്ല, ഞാൻ പറയുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ പറയുമ്പോഴും എനിക്ക് ഈ രാഹുൽ അദ്ദേഹം പടിപടിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് വരുന്നു എന്ന് ഉള്ള നമ്മളങ്ങനെ അദ്ദേഹത്തെ വെറും പപ്പുവായിട്ട് ഇനി കാണരുതെന്ന ഒരു തോന്നലാണ് നമുക്കുള്ളത്. കാരണം എന്താണെന്ന് പറയാൻ, അതിൻ്റെ കാരണം പറയാം. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പക്വത നേടിയെടുത്ത് ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ എന്താ പറയുന്നത്, അവരിങ്ങനെ ഒരു കുടുംബ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് അദ്ദേഹം. എങ്കിൽ പോലും ഈ ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പം ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട ഏറ്റവും അസാധാരണമായ ഒരു പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പാർലമെൻറ്റ് അംഗങ്ങൾ മൊത്തത്തിൽ ഇറങ്ങി, പിന്നെ 300 പാർലമെൻറ്റ് അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളാണ്, അവരെല്ലാവരും ഇറങ്ങി വരുന്നു. പിന്നെ മീഡിയ ശ്രദ്ധിക്കുന്നു, ഒരു അസാധാരണമായൊരു മീഡിയ ശ്രദ്ധ കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്തരം ചെറിയ പ്രക്ഷോഭങ്ങൾ വലിയ സംഭവങ്ങളായി തീർന്ന ഒരു സ്ഥിതി ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നോർക്കണം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് പറയുമ്പോഴും ഞാനങ്ങനെ രാഹുൽ ഗാന്ധിയുടെ എല്ലാ അപക്വമായ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോരുത്തർ ഭരണഘടനാ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറയുമ്പോഴും ചുമ്മാതെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒക്കെ കാണിക്കുന്ന അപക്വത നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. കൃത്യമായ തെളിവില്ലാതെ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും ശ്രമിച്ചിട്ട് ഒന്നും ആകാൻ കഴിയാതെ ഇരുന്നതുകൊണ്ട് ഇനിയുള്ള ഒരു തവണയൂടെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കോൺഗ്രസ് തന്നെ അപ്രസക്തമായി പോയേക്കുമോ എന്നുള്ള തോന്നലുണ്ട്. കാരണം കേരളത്തിലാണ് കോൺഗ്രസ് ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു തവണയും കൂടെ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പിന്നെ കോൺഗ്രസ് കേരളത്തിൽ കാണത്തില്ല, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു വരുമ്പോൾ കാണിക്കുന്ന ഒരു എന്തും പറയാനും എന്തും ചെയ്യാനുമുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് നമുക്ക് കരുതാം. എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ ഉന്നയിക്കുമ്പോൾ ക്രമേണയായിട്ട് അദ്ദേഹം രാഷ്ട്രീയം എന്താണെന്ന് ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ. വിജയ്, ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് വേണം, അല്ലെ? ആ തെളിവ് വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ എതിരെ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ തെളിവ് വേണം. ഇല്ലെങ്കിൽ അവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. പിന്നെ എന്താ അവരെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. ഇപ്പോൾ ഈ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരോട് രാഹുൽ ഗാന്ധിയോട് തെളിവ് ചോദിച്ചിട്ടുണ്ട്. ഹാജരാക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തായിരിക്കും രാഹുലിന്റെ അവസ്ഥ? ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ്. ഇതിന്റെ നിയമ നടപടികളിൽ എന്ന് പറയുമ്പോൾ കൃത്യമായി എനിക്കറിയില്ല എത്ര അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു മാനനഷ്ട കേസ് അത്തരത്തിലൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു കുറേ നാൾ മുമ്പുള്ള, അതായത് ഒരു UPA സർക്കാരിന്റെ കാലത്തുള്ള ഒരു ഈ അപക്വമായ എന്ന് പറഞ്ഞല്ലോ, സാറ് പറഞ്ഞത്. അപ്പോൾ അതിലെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലേ. ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്വഭാവം ഇദ്ദേഹത്തിന് പണ്ടേ ഉള്ളതാണ്. അതായത് രണ്ടാം UPA സർക്കാരിൻ്റെ അവസാനത്തെ ടേം, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അവസാനത്തെ ടേമിൽ സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവരികയാണ്. അതായത് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് MP ആയിട്ട് തുടരാൻ കഴിയില്ല, അവർക്ക് രാജിവെക്കേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസുകൾ പെട്ടാൽ. അപ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് ഒരു ബില്ല് കൊണ്ടുവരികയാണ് കോൺഗ്രസ് പാർട്ടി. കാരണം അത്തരത്തിലുള്ള MP അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവ് ഈ ഒരു ഡ്രാഫ്റ്റ് ബില്ല് ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് മാധ്യമക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം ഇനി പെട്ടെന്ന് രാഹുൽ ഗാന്ധി കയറി വരികയാണ്. മാധ്യമങ്ങൾക്കിടയിലൂടെ കയറി വന്ന് ഈ ഡ്രാഫ്റ്റ് പിടിച്ചു വലിച്ചു കയറി കളഞ്ഞു.
അതായത് ഒരു പാർട്ടി, ഇദ്ദേഹം അന്ന് AICC പ്രസിഡന്റ് ഒന്നുമല്ല, ഒരു സാധാരണ MP മാത്രമാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴത്തെ കാര്യമല്ലേ? അതെ, വളരെയേറെ വിമർശിക്കപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് ഇദ്ദേഹം കുറച്ചുകൂടെ ചെറുപ്പമാണെന്നുള്ള കാര്യമാണ്. 2013 പ്രധാനമന്ത്രിയാണ്. അതെ, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിൽ അത് രാജിവെച്ച് പോകുമായിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ തന്റെ കുടുംബമാണ് കോൺഗ്രസ് ഭരിക്കുന്നതെന്നുള്ള ഒരിതിലാണ്, ഈ ഗർവിലാണ് വന്ന് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരിതിൽ ഇത് വാങ്ങിച്ച് വലിച്ചു കീറിക്കളയാം. അപ്പം മൻമോഹൻ സിംഗ് ഒന്നും ചെയ്തില്ല, രാജിവെച്ചില്ല, ഒന്നും ചെയ്തില്ല. ഇത് എന്തോ ഇദ്ദേഹത്തിന് അന്നും കുറെ പേര് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നും പറയാനും പറ്റിയില്ല. കാരണം ഇതാരുടെ മകനാണെന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ അന്ന് മുതൽ ഇത്തരത്തിൽ ഒരു അപക്വമായിട്ടുള്ള തീരുമാനങ്ങൾ ഇങ്ങനെ എടുക്കുക. അതുപോലെ ഈ രാഹുൽ ഗാന്ധിയുടെ ആദ്യം നടത്തിയ ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ പത്രസമ്മേളനം ഉണ്ടല്ലോ, വിഖ്യാതമായ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യത്തിൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അത് ശ്രദ്ധിച്ചോന്നറിയില്ല. കാരണം ബാംഗ്ലൂർ സെൻട്രൽ മഹാദേവപുരത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 7 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, 8 മണ്ഡലങ്ങളെ അത് ശ്രദ്ധിച്ചില്ല. 8 4 കോൺഗ്രസും 4 BJP ആണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ എല്ലായിടത്തും 7 6 ഫാക്ച്വൽ മിസ്റ്റേക്കുകളുണ്ട്. 7 പിന്നെ കോൺഗ്രസ് ജയിച്ചു, 1 മാത്രമേ BJP ജയിച്ചുള്ളൂ. അവിടുത്തെ ഭൂരിപക്ഷം കൊണ്ട് ആരെന്ന് പറയുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, അത് ശ്രദ്ധിച്ചായിരുന്നു, ആ വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. അതായത് 4 മണ്ഡലങ്ങളാണ്, 4 മണ്ഡലങ്ങൾ, 8 മണ്ഡലങ്ങളുള്ള ഇതാണ് മഹാദേവ്പൂരിൽ മാത്രം കൊണ്ട് ജയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല, അവിടെ 4 മണ്ഡലങ്ങളിൽ BJP ജയിക്കുകയും 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കുകയുമാണ് ചെയ്തത്. അപ്പം BJP 4 ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. പിന്നെ അതിനെപ്പറ്റി ആരും എടുത്ത് കൂടുതൽ സംസാരിക്കുന്നത് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, ഇതൊരു BJP വിരുദ്ധത കുറച്ച് മാധ്യമങ്ങൾക്കിടയിൽ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ, ഇപ്പൊ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടത്, ഇതാണ് ചങ്കുറപ്പുള്ള പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ ആയിരിക്കണം പ്രതിപക്ഷ നേതാവ്, എനിക്ക് കുളിര് കോരുന്നു, രോമാഞ്ചം വരുന്നു, ഇങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട്. ആ മാധ്യമ പ്രവർത്തകൻ പറയുന്ന പലതും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ കുളിര് വരും. അത് ഊഹിച്ചോളുക. അദ്ദേഹം ഇങ്ങനെ ആവേശഭരിതനായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ്, രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയൂ, രാഹുൽ ഇല്ല എങ്കിൽ ഇന്ത്യയില്ല. അതാണ് ഇത്. എങ്ങനെയാണ് ഈ പക്വതയില്ലാത്ത മനുഷ്യന്റെ കയ്യിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കാനായി നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്? അല്ല, നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. അത് അതേപറ്റി നമ്മൾ ഭയപ്പെടണം. അങ്ങനെ ഉണ്ടാവില്ല. അല്ല, ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ 2024 ഉണ്ടാവേണ്ടത്. പക്ഷെ അത് 2000 സാധ്യത തീരെ കുറവാണ്. അത് ഉണ്ടായില്ലല്ലോ. അതെ. അല്ല, പക്ഷേ പറഞ്ഞോട് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുമ്പോൾ മുതൽ, വോട്ടിംഗ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ മുതൽ ഇത് പരിശോധിക്കാനും അതിനകത്ത് ആളുകളെ കണ്ടെത്താനും ഒക്കെ ഒരു സംവിധാനമുണ്ട് ഈ രാജ്യത്ത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് കിട്ടും, എല്ലാ ബൂത്തുകളിലും ഇത് കിട്ടും. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ അത് ശ്രദ്ധേയമായി ചെയ്തൊരു കോൺഗ്രസ് നേതാവ് തന്നെയുണ്ട്, ഈ അടൂർ പ്രകാശ് എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ മണ്ഡലങ്ങളിൽ അത് ആദ്യം 23,000 വോട്ടിനോ, കഴിഞ്ഞ 2ാം തവണ 500 ചെറിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചത്. സാധാരണഗതിയിൽ ജയിക്കത്തില്ല ആ മണ്ഡലത്തിൽ. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച മണ്ഡലമെന്ന് വിശ്വസിക്കപ്പെടുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്യാനുള്ള ഞാൻ സൂചിപ്പിച്ച് ഇതൊരു സംവിധാനമുണ്ട്. അത് പാർട്ടി പ്രവർത്തകരടക്കമുള്ളവർ ചെയ്യേണ്ടതാണ്. അവിടെ ചൂണ്ടിക്കാണിപ്പിച്ച് അവസാനിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്, വോട്ടർ ലിസ്റ്റ് ആളുകളെ പുറത്താക്കാനുള്ള സംവിധാനമുണ്ട്. ഇതൊന്നും ചെയ്യാതെ തോറ്റു കഴിയുമ്പോൾ മാത്രം ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എത്രത്തോളം നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതൊരു ഇതുവരെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളതിൽ നിന്ന് ശ്രദ്ധയാകർഷിക്കുന്നതും ആയ ഒരു കാര്യമാണിത്. അത് എങ്ങനെയാണ് അത് ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതെന്നും ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഒരു വലിയ ഗ്രൂപ്പ്, മാധ്യമങ്ങൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളെ പുറത്തു നിന്നുള്ള ശക്തികൾ അടക്കമുള്ളവർ സഹായിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കാനും ഇവിടെയുണ്ട് എന്നാണ് എന്ന് വേണം നമ്മളതിനെ കഥ. ചില മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരുടെ ആവേശം കാണുമ്പോൾ നമ്മൾ അങ്ങനെ കരുതിപ്പോകുന്നു. എങ്കിലും വീണ്ടും പറയുന്നു, അത് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമാണ് തോന്നുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട ഒരു ഒന്നുകിൽ ഇത് പെട്ടെന്ന് ആളിക്കത്ത് ഷൂന്ന് പോകാനുള്ള സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി കുഴപ്പത്തിലേക്ക് നീങ്ങും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.